നമ്മളപ്പോൾ അസംബ്ലിയുടെ ടോപ്പിക്കായി. ഇനി നമുക്ക് അസംബ്ലി കഴിഞ്ഞിട്ട് അടുത്തത് ഏതാണ്, സർഫസ് മോഡലിലേക്ക് പോകാം. സർഫസ് മോഡൽ ആക്ച്വലി സർഫസും ഒരു പാർട്ട് ഡിസൈൻ തന്നെയാണ്. ഒരു ഇൻഡിവിജ്വൽ പാർട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് സർഫസും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സോളിഡ് ഒരു നോർമൽ പാർട്ടായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു എൻറ്റയർലി ഒരു സോളിഡാണ്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ക്രോസ് സെക്ഷനും തിക്നെസ്സും എല്ലാം പറയുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വെറുതെ ഒരു സിലിണ്ടർ ഞാൻ റിവോൾവ് ചെയ്ത് വന്നിരിക്കട്ടെ. ഇപ്പോൾ റിവോൾവ് ചെയ്യുന്നത് സർഫസിലല്ല, പാർട്ട് ഡിസൈനിൻ്റെ ടൂൾസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഏത് വർക്ക് ബെഞ്ചിലാണ് കേട്ടോ. ഇപ്പം നമ്മളിരിക്കുന്നത് ഇവിടെ കർസർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കറണ്ട് വർക്ക് ബെഞ്ച് ഏതെന്ന് കാണിച്ചു. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത് വയർ ഫ്രെയിം ആൻഡ് സർഫസ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു വർക്ക് ബെഞ്ചാണ്. നമുക്കതല്ല വേണ്ടത്, എനിക്ക് പാർട്ടാണ് വേണ്ടത്. പാർട്ട് ഡിസൈനിലേക്ക് ഞാൻ നിന്ന് മാറി. അപ്പോൾ അവിടെ പാർട്ട് ഡിസൈൻ്റെ ടൂൾസ് വന്നു. ഇവിടെ പാർട്ട് ഡിസൈൻ്റെ വർക്ക് ബെഞ്ചും കാണിക്കുന്നുണ്ട്. ഞാൻ ഇതൊന്ന് റിവോൾവ് ചെയ്യുക. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് നോർമൽ പാർട്ട് ഡിസൈൻ ആണ്. നോർമൽ പാർട്ട് ഡിസൈൻ ഒന്ന് റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാം അതൊരു കംപ്ലീറ്റ് ഒരു സോളിഡ് ആയിട്ടായിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു സെക്ഷൻ വ്യൂ ഉണ്ട്. ഒരു ഡൈനാമിക് സെക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റിന്റെ ക്രോസ് സെക്ഷൻ കാണാൻ വേണ്ടിയുള്ള. അപ്പോൾ ആ ക്രോസ് സെക്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കംപ്ലീറ്റ് ഒരു സോളിഡ് നമുക്കുണ്ട്. ഇതായിരിക്കും എന്ത് നോർമൽ പാർട്ടായിട്ട് ഒരു സിലിണ്ടർ ക്രിയേറ്റ് ചെയ്താൽ വരുന്നത്. പക്ഷേ സർഫസ് മോഡലിംഗിൽ വരുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു എൻറ്റയർ 3D അല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ അതിൻ്റെ ഒരു ഔട്ടർ കവറിങ്, ഒരു ഔട്ടർ ഷെല്ല് മാത്രമായിരിക്കും മോഡൽ ചെയ്യുന്നത്. അങ്ങനെ ഔട്ടർ ഷെല്ല് മോഡൽ ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല യൂസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് പറയാൻ പറ്റുന്ന 2 യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, അതൊരു നമുക്ക് ഈ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ കംപ്ലീറ്റ് നേച്ചർ, കംപ്ലീറ്റ് ഫീച്ചേഴ്സ് നമുക്ക് പുറത്തേക്ക് വിടണ്ട. നമുക്ക് അതിൻ്റെ ഒരു ഔട്ടർ ഒരു അപ്പിയറൻസ്, ജസ്റ്റ് അതിൻ്റെ ഒരു അപ്പിയറൻസ് മാത്രം നമുക്ക് പുറത്തേക്ക് വിട്ടാൽ മതിയെങ്കിൽ നമുക്ക് ഷെൽ മോഡലിംഗ്, സർഫസ് മോഡലിംഗ് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ വേറൊരു യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർഫസുകൾ നമ്മൾ ഇതേപോലെ പാർട്ട് ഡിസൈൻ വെച്ച് ചെയ്യാൻ നേരത്ത് ടൈം കൂടുതൽ എടുക്കാൻ ചാൻസ് ഉണ്ട്. ചില കേസസിൽ ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സർഫസ് വരാൻ നേരത്ത് പാർട്ട് ഡിസൈൻ കൊണ്ട് ചെയ്യുമ്പോൾ ടൈം കൂടുതൽ എടുക്കാം, ചെയ്യാൻ ചിലപ്പം പറ്റാതെ വരാം. അങ്ങനത്തെ കേസിലാണ് നമ്മൾ വയർ ഫ്രെയിം ആൻഡ് സർഫസ് മോഡലിംഗ് യൂസ് ചെയ്യുന്നത്. കാറ്റിയക്കകത്ത് ഒരുപാട് സർഫസ് മോഡലിംഗ് ഉണ്ട്. കാറ്റിയയുടെ ഒരു മെയിൻ ഫീച്ചർ തന്നെ ഇതേപോലെ ഒരുപാട് ടൈപ്പ് ഓഫ് സർഫസ് മോഡലിംഗ് ഉള്ളതാണ്. നമ്മളിപ്പം പഠിക്കുന്നത് കാറ്റിയക്കകത്തെ വയർ ഫ്രെയിം ആൻഡ് സർഫസ് ഡിസൈൻ എന്ന് പറഞ്ഞ ബേസിക് സർഫസ് ഡിസൈനിങ് ഓപ്പറേഷൻസ് ആണ് കേട്ടോ പഠിക്കുന്നത്. അത് പഠിച്ചാൽ മാത്രമാണ് അതിൻ്റെ അഡ്വാൻസ്ഡ് സർഫസ് മോഡലിംഗ് ടൂൾസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുള്ളൂ. ഓട്ടോമോട്ടീവ് ക്ലാസ് എ എന്നൊക്കെ പറയുന്നത് കാറ്റിയയിൽ മാത്രമുള്ള ഒരു ടൈപ്പ് ഓഫ് സർഫസ് മോഡലിംഗ് ഓപ്പറേഷൻസ് ഒക്കെയാണ്. ഓട്ടോമൊബൈൽസിൻ്റെ മോഡലിങ്ങിന് വേണ്ടിയൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതുകൊണ്ട് എന്തിനാണ് സർഫസ് മോഡലിംഗ് എന്ന് ചെയ്യുന്നൊരു ഐഡിയ കിട്ടിക്കാണല്ലോ. ഞാൻ ജസ്റ്റ് ഒരു ഇതേപോലെ തന്നെ ഒരു സിലിണ്ടർ ഞാനൊരു സർഫസ് മോഡലിംഗ് വെച്ച് ചെയ്തത് കാണിച്ചു തരാം. അതിന് ഞാൻ വീണ്ടും സ്റ്റാർട്ടിൽ പോകും, മെക്കാനിക്കലിൽ പോകുന്നു. ഞാൻ ഇപ്രാവശ്യം പോകുന്നത് വയർ ഫ്രെയിം ആൻഡ് സർഫസ് ഡിസൈനിലേക്കാണ് കേട്ടോ. ഇവിടെ പാരലായിട്ട് തന്നെ ഞാൻ വേറൊരു സർഫസ് ഇവിടെ സൈഡിൽ തന്നെ വരണം കാണിക്കാം. സൈഡിൽ തന്നെ അല്ലെങ്കിൽ വേണ്ട, ഞാൻ പുതിയൊരു പാർട്ടായിട്ട് കാണിക്കാം. ഫയൽ ന്യൂ പാർട്ട്, പുതിയൊരു പാർട്ടായിട്ട് ഞാൻ ഒരു സിലിണ്ടർ മോഡൽ ചെയ്യുക. ഇവിടെ സിലിണ്ടർ മോഡൽ ചെയ്യുന്ന സമയത്ത് സർഫസ് ആയിട്ടാണ് മോഡൽ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ എൻറ്റയർ ക്രോസ് സെക്ഷൻ ഡീറ്റെയിൽസ് ഒന്നും വരില്ല. എക്സിറ്റ് സർഫസിനകത്ത് ടൂൾസ് ഒക്കെ ഏറെക്കുറെ സെയിം തന്നെയാണ്. സർഫസിനകത്ത് റിവോൾവ് എന്ന് പറഞ്ഞ ടൂൾ എടുത്ത് അറൌണ്ട് ദിസ് വെർട്ടിക്കൽ ആക്സിസ് ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത് ഒരു സർഫസ് മോഡലാണ്. നേരത്തെ ചെയ്തത് ഒരു സോളിഡ് ആയിരുന്നു, ഇപ്പം ചെയ്തത് ഒരു സർഫസാണ്. സോളിഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഒക്കെ എടുത്ത് നേരത്തെ കണ്ടു. ക്രോസ് സെക്ഷൻ നമുക്ക് അതിൻ്റെ ഒരു തിക്നെസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ഡിസൈനിലേക്ക് മാറി കഴിഞ്ഞാൽ ഒരു സെക്ഷനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു തിക്നെസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ ഈ ഒരു ഗ്രീൻ കളർ കാണിക്കുന്നത് അത് സോളിഡ് ജോമെട്രി ഉള്ളതായതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ,
ഈ ഒരു ആരോ വരുന്ന സമയത്ത് ഡ്രാഗ് ചെയ്ത് ഞാൻ അതിൻ്റെ ഒരു സെക്ഷൻ തിക്നെസ് കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, ഡൈനാമിക് സെക്ഷനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ എടുത്താണ് ചെയ്തത്. ഇനി ഞാൻ സർഫസ് കൊണ്ട് ചെയ്ത ഒരു ജോമെട്രി എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇതേപോലെ ഒരു സെക്ഷൻ തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അതിനൊരു തിക്നെസ് ഇല്ല. ഓക്കെ, ആ ഒരു ജോമെട്രിക്ക് ഒരു തിക്നെസ് ഇല്ല. ഒരു സീറോ തിക്നെസ് ജോമെട്രിയാണ് സർഫസ് മോഡലിങ്ങിനകത്ത് ചെയ്യുന്ന ജോമെട്രികൾ. ഓക്കെ, അപ്പം അടുത്തൊരു ഡൗട്ട് വരും, സീറോ തിക്നെസ് ഉള്ളൊരു ജോമെട്രി ചെയ്ത് എന്തിനാണ് ചെയ്യുന്നത്? പ്രാക്ടിക്കലി അങ്ങനൊരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന്. ആക്ച്വലി സർഫസ് മോഡലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിന് ചെറിയൊരു തിക്നെസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യും. നമ്മൾ സോളിഡ് പഠിച്ചപ്പം ഒരു തിക്കൻ ചെയ്യാനുള്ള ടൂളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ സർഫസ് കൊണ്ട് അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ്, അതിൻ്റെ ഒരു ഔട്ടർ കവറിങ് മാത്രം മോഡൽ ചെയ്തിട്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു തിക്നെസ് ആ ഒരു ജോമെട്രിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര കൊണ്ട് ഒരു സർഫസ് മോഡലിംഗ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിക്കാണും. എന്തിനാണ് സർഫസ് മോഡലിംഗ് ചെയ്യുന്നത് ഐഡിയ കിട്ടിക്കാണും. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഓരോ ടൂൾസിലേക്ക് നമുക്ക് പോകാം. ടൂൾസിൽ ആദ്യം വരുന്നത് സർഫസ് എന്ന് പറയുന്ന ടൂൾ ബോക്സാണ്. ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന രണ്ട് ടൂളാണ്, സർഫസ് എന്നും വയർ ഫ്രെയിം എന്നും പറയുന്ന രണ്ട് ടൂളുകളാണ് വരുന്നത്. ഈ മോഡ്യൂളിൻ്റെ പേര് തന്നെ എങ്ങനെയാണ്? വയർ ഫ്രെയിം ആൻഡ് സർഫസ് ഡിസൈൻ ആണ്. മെക്കാനിക്കലിനകത്ത് വയർ ഫ്രെയിം ആൻഡ് സർഫസ് ഡിസൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സർഫസ് മോഡലിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അടുത്ത വീഡിയോയിൽ നമുക്ക് ടൂൾസിലേക്ക് പോകാം.